ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് മെട്രോ റെയിൽ സംവിധാനം വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓഫ് കോഴ്സ് ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും, പിന്നെ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമേർജിങ് മാർക്കറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഡെവലപ്പിംഗ് നേഷൻസ്, അവരെല്ലാം തന്നെ ഈ മെട്രോ റെയിൽ സംവിധാനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമായി നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കരുത്ത് എന്നൊരു കാര്യമാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം, ഇക്കോണമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകണമെങ്കിൽ ഈ മൊബിലിറ്റി വളരെ അത്യാവശ്യമാണ്. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മൊബിലിറ്റി ഓഫ് പീപ്പിൾ, എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മൊബിലിറ്റി, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാൻ കഴിയുക എന്നുള്ളത്. അപ്പം ഈ ആൾക്കാരിലെ പല വിഭാഗങ്ങളുണ്ട്. ജോലി ചെയ്യുന്നവരുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ട്, പിന്നെ ബിസിനസ് എൻ്റർപ്രണേഴ്സ് ഉണ്ട്, ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പൊളിറ്റീഷ്യൻസ് ഇല്ലേ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇവർ താമസിക്കുന്ന ഇടത്തിൽ നിന്നും ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് ചെന്നെത്തുക എന്നുള്ളത് നമ്മളുടെ സാമ്പത്തിക വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ രാജ്യമായാലും ശരി, നമ്മുടെ സംസ്ഥാനമായാലും ശരി, ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യം വികസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, ഈ ഒട്ടുമിക്ക രാജ്യങ്ങളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ട്രാഫിക്, റോഡിലെ ട്രാഫിക്. കാരണം ഇപ്പം എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുള്ള രാജ്യത്ത് നമ്മൾ എന്ന് കഴിഞ്ഞാലും ട്രാഫിക്കൊക്കെ ഒരു പക്ഷേ, പ്രത്യേകിച്ച് പോപ്പുലേഷൻ അത്യാവശ്യം കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ ട്രാഫിക് കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ നമുക്ക് രാവിലെ ഓഫീസ് ടൈം 9 o'clock ആണ്. അപ്പോൾ 9 മണിക്ക് നമുക്ക് ഈ ഹെവി ട്രാഫിക് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പം നമ്മളെന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷേ ഇന്ത്യയിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് ഈ ട്രാഫിക്കിനകത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് 9 മണിക്ക് നമ്മൾ ചെന്ന് ഓഫീസിലെത്തേണ്ട സമയം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, എന്നുവെച്ചാൽ 9:15 അല്ലെങ്കിൽ 9:20 അങ്ങനെ പല, എന്നുവെച്ചാൽ കൃത്യമായി നമുക്കൊരു വർക്കിംഗ് ടൈം നമുക്ക് അതിൽ പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കുറയാം. കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പം എക്കോണമിയുടെ പ്രൊഡക്ടിവിറ്റി കുറയാം. എക്കോണമിയുടെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒക്കെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം മോശമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തിലായിരിക്കണം നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളാണ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ ബാക്കി മേഖലകളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനകത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ മെട്രോ ഉണ്ട്. പക്ഷേ അതിപ്പോൾ തിരുവനന്തപുരത്ത് ഈ മെട്രോ സംവിധാനങ്ങൾ വരാൻ വേണ്ടി നമ്മൾ ഏകദേശം കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്തുള്ള ഇതിനുള്ള അതൊരു തീരുമാനങ്ങൾ എന്നുവെച്ചാൽ ഇതിനു വേണ്ടിയുള്ള ആശയം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഫങ്ഷണലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഒരു പുതിയൊരു ജീവൻ വെച്ചതായിട്ടാണ് നമുക്കിപ്പോൾ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡൽഹി മെട്രോ കോർപ്പറേഷന് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പുതുതായിട്ടുള്ളത്, ചില നേരത്തെ അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്
റിജക്റ്റ് ചെയ്തു. കാരണം അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൈറ്റീരിയ പാലിക്കാത്തതുകൊണ്ടായിരിക്കാം റിജക്റ്റ് ചെയ്തത്. അപ്പം വീണ്ടും അവർ റിവൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് DPR എന്നാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഈ ഡൽഹി മെട്രോ റെയിൽ, നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന് അല്ലെങ്കിൽ ലിമിറ്റഡിന് കൈമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമാറും അടുത്ത വരുന്ന ദിവസങ്ങളിലാണല്ലോ. അപ്പോൾ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് തീർച്ചയായും ഒരുപക്ഷെ പുതിയൊരു ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുപക്ഷെ ഇതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ ക്യാപിറ്റൽസ് കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇതുപോലുള്ളൊരു പബ്ലിക്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം അവിടെ എയർപോർട്ടുണ്ട്. എയർപോർട്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് മറ്റു പല സ്ഥലത്തേക്കും ഈ നമ്മൾ പറഞ്ഞ ആൾക്കാരുടെ മൊബിലിറ്റി, ഈ പബ്ലിക് റോഡ് ഫെസിലിറ്റി ഉപയോഗിക്കുക എന്നുള്ളത് എപ്പോഴും ഒരുപക്ഷെ നമ്മളീ ഈ ഹെവി ട്രാഫിക്, കൺജസ്റ്റഡ് ട്രാഫിക് വരുമ്പോൾ അത് നമ്മളുടെ ഈ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായി. അപ്പം മെട്രോ റെയിൽ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോ റെയിൽ തീർച്ചയായും ഒരു അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിനും ഈ പറഞ്ഞ ഒരു വികസന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മെട്രോ റെയിൽ വരുന്നതോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ എക്കോണമിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാണെങ്കിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാണ്. ആ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എയർപോർട്ടുണ്ട്, സീപോർട്ടുണ്ട്, റോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ്സ് ആണ് അതിനകത്തിൽ ഏറ്റവും കാതലായിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളെല്ലാം കൂടുതൽ റോഡായിരിക്കുമല്ലോ. എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ നമുക്ക് റോഡായിരിക്കും എപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ നോർമൽ റെയിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും വേഗത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ട്രിവാൻഡ്രം ടു എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടു തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒക്കെ എത്തിച്ചേരുക എന്നുള്ളത് ഇപ്പോൾ എത്ര നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെയിൽ സിസ്റ്റം ഉണ്ടെങ്കിലും നമുക്കത് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു കാലതാമസം എടുക്കും എന്നുള്ള ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു അർബൻ സെൻറ്ററിനെ കേന്ദ്രീകരിച്ച് നമുക്കിപ്പം കൊച്ചിയായാലും ശരി, ട്രിവാൻഡ്രമായാലും ശരി, നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക് സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ മെട്രോ അർബൻ സെൻറ്റേഴ്സിനെ കേന്ദ്രീകരിച്ചായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ബിസിനസ്സുകളും അല്ലെങ്കിൽ ധാരാളം കോർപ്പറേഷൻസും ഓഫീസസും ബിസിനസ് ഓഫീസസും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ആൾക്കാർക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സമയത്തിന് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ ലാഗ് ചെയ്യുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ തന്നെ ഒത്തിരി കുറയുകയും ചെയ്യും. ഞാൻ മെട്രോയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെയും കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം മെട്രോ റെയിൽ ഏകദേശം ഒരുപക്ഷെ ഈ ഒരു മന്ത്രിസഭ കാലഘട്ടത്തിൽ, കാരണം ഇനിയും ഇതിന് കടമ്പകൾ മുന്നോട്ട് കുറേ ഉണ്ട്. കാരണം ഇപ്പം ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ ലിമിറ്റഡിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരതിനെ പരിശോധിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം KMR 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറഞ്ഞ DPR സംസ്ഥാന സർക്കാരിന് കൈമാറും. അപ്പോൾ സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞാൽ അവരും തീർച്ചയായിട്ടും അവരുടെ ഒരു അനാലിസിസും പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ട് അതിൻ്റെ അനുമതി തേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ചില പ്രോസസ്സുണ്ട്, ചില സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഈ പറഞ്ഞ നമ്മളൊരു നെഗോസിയേഷൻ എന്നൊക്കെ പറയുന്ന, എന്നുവെച്ചാൽ കേന്ദ്രം എത്ര ഇൻവെസ്റ്റ് ചെയ്യും, സംസ്ഥാനത്തിൻ്റെ വിഹിതം എത്രയായിരിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള പിന്നീടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. കാരണം അത്ര പെട്ടെന്ന് എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെയുള്ള സ്പീഡുണ്ട്. പക്ഷേ ഈ പ്രോസസ്സ് ഇനി അഥവാ ഈ റിപ്പോർട്ട് കേന്ദ്രത്തിൻ്റെ പക്കൽ ചെല്ലുമ്പോൾ വീണ്ടും കേന്ദ്രം ഇതിനെ പഠിക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട്, അതായത് ഈ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്നല്ല ഈ പറഞ്ഞ ഈ ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന
രാജ്യത്താകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്താകമാനം ഈ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രോയിൽ നിന്ന് വന്നിട്ട് ബസ്സിൽ കയറിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ മെട്രോയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അപ്പം മെട്രോ അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ എയർപോർട്ട്, ഇപ്പോൾ മെട്രോ ടു എയർപോർട്ട്. അപ്പോൾ ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമഗ്രമായിട്ടുള്ളൊരു വികസന പദ്ധതിയാണ് PM ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് അതിനകത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ റിപ്പോർട്ട് അവർ റിജക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവർ അത് സ്വീകരിക്കായിരുന്നു. അപ്പോൾ അതിനെ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അയക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കാലം ഒത്തിരി എടുത്തു. ഒരുപക്ഷെ ഇപ്പം പുതിയ ഗവൺമെൻറ് കേരളത്തിൽ വന്നതിന് ശേഷമായിരിക്കും അവരിതിനെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി, കൂടുതൽ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോൾ ഡൽഹി മെട്രോ ഇപ്പോൾ ഈ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ കൊച്ചി മെട്രോ റെയിലിന് കൈമാറുകയും കൊച്ചി മെട്രോ റെയിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിനത് സമർപ്പിക്കുകയും കേരള സംസ്ഥാന ഗവൺമെൻറ് അത് പഠിച്ചതിന് ശേഷം കേന്ദ്രത്തിന് സമർപ്പിച്ച് കേന്ദ്രം അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നെഗോസിയേഷൻ നടക്കുകയും അതിനുശേഷമായിരിക്കും ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്കായിട്ട് എത്ര തുക വേണം, അല്ലെങ്കിൽ എവിടം വരെ ആയിരിക്കും ഫസ്റ്റ് ഫേസ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നടക്കും. അപ്പോൾ ഏകദേശം നിലവിലെ 8,000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രതീക്ഷിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടെ അപ്പോൾ അതിനകത്തിൽ കേന്ദ്രം എത്രയായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എത്ര ആയിരിക്കും, കേരള സംസ്ഥാനം എത്ര ആയിരിക്കും ഇതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പുതുക്കിയ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റിവൈസ് ചെയ്ത പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ തിരുവനന്തപുരം മെട്രോയുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഫേസ് 31 കിലോമീറ്റർ ആയിരിക്കും. അതായത് പാപ്പനംകോട് മുതൽ ഇഞ്ചക്കൽ വരെയാണ് ആദ്യഘട്ടത്തിൽ മെട്രോ റെയിൽ പാത ഒരുക്കുന്നത്. ഇതിനിടയ്ക്ക് 27 സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകളായിരിക്കും. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള അലൈൻമെൻറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ പ്രോജക്റ്റ് റിപ്പോർട്ട് കേന്ദ്രം അവഗണിച്ചു, അല്ലെങ്കിൽ അവഗണിക്കാന്നല്ല, കേന്ദ്രത്തെ റിജക്റ്റ് ചെയ്തു. കാരണം ആ ഒരു ഈ പറഞ്ഞ PM ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം വീണ്ടും ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതിപ്പം ഡൽഹി മെട്രോ. അപ്പോൾ അതിൽ മുമ്പേ ഉള്ള സർക്കാർ ഒരു പക്ഷേ അത്ര വലിയൊരു പ്രോത്സാഹനം കാണിട്ടില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു മെല്ലെപ്പോക്കാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതി അല്ലെങ്കിൽ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേശവദാസപുരം വഴിയിട്ട് പട്ടത്ത് നിന്ന് ഉള്ളൂരിലേക്കുള്ളതായിരുന്നു ആദ്യ അലൈൻമെൻറ്റ്. എന്നാൽ പുതിയ DPRൽ മെഡിക്കൽ കോളേജ് വഴിയാകും പട്ടത്ത് നിന്ന് ഉള്ളൂരിലേക്ക് പോവുക. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കൈമനം, കരമന, അതുപോലെ തന്നെ തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാല, ഇതൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ശ്രീകാര്യം വരെ ഈ സ്റ്റേഷനുകളുണ്ടായിരിക്കും. ഏകദേശം 10-23 സ്റ്റേഷനുകൾ ഈ 31 കിലോമീറ്ററിനുള്ളിൽ ഫസ്റ്റ് ഫേസാണ്. ഫസ്റ്റ് ഫേസിലേക്കാണ്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യില്ല. ഇപ്പോൾ കൊച്ചി മെട്രോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫേസും കഴിഞ്ഞ് പിന്നെ അവരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എക്സ്റ്റൻഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും അതിൽ. അപ്പോൾ ഫസ്റ്റ് ഫേസാണ് ഈ പറഞ്ഞ 31 കിലോമീറ്റർ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പങ്ങപ്പാറ, ഗുരുമന്ദിരം, പിന്നെ കാര്യവട്ടം, ഇതൊക്കെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ടെക്നോ പാർക്ക് ഫേസ് 1, ടെക്നോ പാർക്ക് ഫേസ് 3A കുളത്തൂർ, പിന്നെ ടെക്നോ പാർക്ക് ഫേസ് 2A. അപ്പോൾ ഫേസ് 1ഉം ഫേസ് 2ഉം 3ഉം ഒക്കെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് അതിനുശേഷം ഫേസ് 2-ലായിരിക്കും നടക്കുന്നത്. കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഇഞ്ചക്കൽ, കഴക്കൂട്ടം, കാര്യവട്ടം എന്നിവയാണ് മെട്രോ സ്റ്റേഷനുകൾ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് തലസ്ഥാനത്തേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് ഏറെ സഹായകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അത് വളരെ നമുക്കറിയാം ആധുനിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോ റെയിൽ സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കറിയാം ഏത് സംസ്ഥാനത്തെയും ഏത് നഗരം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, കേരളമായാലും ശരി മറ്റ് ഏത് സംസ്ഥാനങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാലും മെട്രോ നഗരങ്ങളെല്ലാം തന്നെ വളരെ കൺജസ്റ്റഡ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന നഗരം. അപ്പോൾ നമുക്കറിയാം പൊതുവേ നമ്മളുടെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും പബ്ലിക് റോഡ്സും ഒന്നും തന്നെ അഡ്വാൻസ്ഡ് അല്ല എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു കാഴ്ച നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന വലിയ ട്രാഫിക്, ഈ ജാമുകൾ, അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമിയായി മാറണമെങ്കിൽ, നമുക്ക് സാമ്പത്തികമായി വികസിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട ഒരു ഏരിയയെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മെട്രോ മാത്രം ഇതിൻ്റെ ഒരു
സൊല്യൂഷനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എല്ലായിടത്തും മെട്രോ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് റോഡുകൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ റോഡുകളാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ മൊബിലിറ്റി ആൾക്കാരുടെയും പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങൾ മെർച്ചൻഡൈസ്, ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാനും ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുപോകാനും ഒക്കെ തന്നെ ഫാസ്റ്റായിട്ട് എന്ന് വെച്ചാൽ അതാണ് എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ സ്പീഡിനെയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ പഴഞ്ചൻ റോഡുകളും അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ട്രാഫിക്കുകളിൽ എപ്പോഴും ഉള്ള റോഡുകളും ഒക്കെ തന്നെ ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഈ സാധനങ്ങൾ കൊണ്ടുപോകാനും. ഫിനിഷ് ഗുഡ്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു പക്ഷേ അത് കയറ്റി അയക്കാൻ വേണ്ടി സീപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് റോഡിനെയാണ് ആശ്രയിക്കേണ്ടത്, അവരുടെ വെയർ ഹൗസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സ്റ്റോറേജിൽ നിന്നും. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നും അവർക്ക് ഈ സീപോർട്ടിലേക്ക് അല്ലെങ്കിൽ തുറമുഖത്തേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കേണ്ടി വരുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക്. കാരണം കാർഗോ എയർപ്ലെയിൻസിൽ സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമുക്ക് അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കാർഗോ പ്ലെയിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ സമയനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്കും അത് ഓവറോൾ എക്കോണമിക്കൊക്കെ തന്നെ വൻതോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റവും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ തന്നെ പിന്നെ വളരെ അത്യാവശ്യമാണ്. ഇനിയും നമുക്ക് ഇന്ത്യക്ക് വികസിക്കുക എന്നുള്ളത്, ഇന്ത്യയെ നമുക്കൊരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടെ കഴിയത്തുള്ളൂ. അതിനകത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് അതുപോരാ. നമുക്ക് വളരെ കൂടുതൽ പിന്നെ ട്രില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ മേഖലയിൽ രാജ്യത്തൊട്ടാകെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിനും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. മെട്രോ റെയിലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പബ്ലിക് റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കാര്യമാണത്. മെച്ചപ്പെട്ട പിന്നെ റോഡ് സൗകര്യങ്ങൾ എന്നുവെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോഡ് ഫെസിലിറ്റീസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ നഗരങ്ങളിലെ ഈ പറഞ്ഞ തിരക്കുകൾ കുറയ്ക്കുവാനും ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ ജോലിയിടങ്ങളിൽ ചെന്നെത്തുവാനും ഒക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് മെട്രോ നഗരത്തിലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആദ്യം മോണോറെയിൽ ഉപയോഗിക്കാനായിരുന്നു പദ്ധതി, പിന്നെ അത് ഉപേക്ഷിച്ചിട്ടാണ് ലൈറ്റ് മെട്രോയിലേക്ക് മാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി ഇനിയും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് അപ്രൂവ് ചെയ്യാനത് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ശരിക്കും ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം അവരുടെയാണ് പദ്ധതി പറഞ്ഞ PM ഗതി ശക്തി നാഷണൽ പ്ലാന്, മാസ്റ്റർ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും പിന്നീട് കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ചകളിൽ കൂടി അത് എത്ര കോടി രൂപയുടെ ആയിരിക്കും പ്ലാന്, പിന്നെ ഫസ്റ്റ് ഫേസിൻ്റെ കാര്യമാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രമായിരിക്കും, സംസ്ഥാനത്തിൻ്റെ വിഹിതം എത്രമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഇതിനകത്തിൽ കുറേ കാലതാമസം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഒരു പക്ഷേ ഈ ഒരു മന്ത്രി സഭയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ മെട്രോ റെയിൽ സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷനിങ് അല്ല, അതിൻ്റെ ഒരു പിന്നെ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനിയും 5 വർഷമുണ്ടല്ലോ. 5 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പദ്ധതി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ ഒരു സ്പീഡി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതും അങ്ങനെ തിരുവനന്തപുരം നഗരത്തിന് മെട്രോ റെയിൽ കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. തൽക്കാലത്തെ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.